ഈ പേര് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താ സംഭവം. ലിറ്ററലി നമ്മുടെ ബൈക്കിൻ്റെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റമാണ്. ഇത് പ്രൊമോഷൻ എന്നല്ല, ഞാൻ എൻ്റെ കാശ് മുടക്കി വാങ്ങിച്ചൊരു സാധനമാണിത്. നമ്മുടെ ബൈക്കിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും മൊബൈൽ വെക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രിപ്പ് പോകുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ചാൽ മാപ്സ് ഇടുമ്പോൾ ചാർജ് പോകുന്ന ഇഷ്യൂ. ഞാൻ ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ചാർജർ പോർട്ടിൽ നിന്ന് കുറുക്കി കൂടി കേബിൾ എടുത്ത് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇത് കാർ പ്യൂർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ്. ഇത് നമ്മുടെ ബൈക്കിലോട്ട് ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബൈക്കിന് മൊബൈൽ ഫോണിൻ്റെ സെയിം സ്ഥലത്താണ് ഇത് ഞാൻ വയ്ക്കാൻ പോകുന്നത്. എനിക്കെൻ്റെ പണി അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഏതൊരു പ്രൊഫഷണൽ പണി അറിയാന്നുള്ള ആളെ കൊണ്ട് ഏൽപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈക്കിൽ ഈ ഒരു കുട്ടി ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇത് കാർപ്പുറൈഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണിത്. ഇത് ഇപ്പോൾ എൻ്റെ ഫോണായിട്ട് കണക്ട്, ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റായി. നമുക്കല്ലാണ്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉണ്ട്, ബാക്കിൽ ഡാഷ് ക്യാമറ ഉണ്ട്. അപ്പം അത് ഓൺ ആയിരിക്കുകയാണ്, അതിൻ്റെ വർക്കിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ കോൾ വരുവാണെങ്കിൽ കോൾ എടുക്കാനുള്ള ഇതുണ്ട്, ഫംഗ്ഷനുണ്ട്. പിന്നെ ഹോം പേജ് പോകണമെങ്കിൽ എക്സിറ്റ് ആയി, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലാത്തൊരു ഇതിലോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ശരിയല്ല. കേബിളൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച്, അത് വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് സാധനം 100% വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ കപ്ലേഴ്സൊക്കെ ഇങ്ങനെ അടിയിലോട്ടാണ് പോയിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് ഡാഷ് ക്യാമറ ഉണ്ട്, ബാക്ക് ഡാഷ് ക്യാമറ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിപ്പോൾ ഈ ഹോം പ്രസ് ചെയ്ത് തന്നെ കണ്ടില്ല, തിരിച്ച് ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റായി. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് സൈഡ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ചാർജ് പോകുന്ന കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ലിറ്ററലി ബൈക്കിലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റം വന്ന പോലത്തെയാണ്. പക്ഷേ അതിൻ്റെ ഡൗൺ സൈഡായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഈ ഡിസ്പ്ലേ അങ്ങനെ ഈസിലി റിമൂവബിൾ അല്ല. ആ റീസൺ കൊണ്ട് നമ്മളിത് എവിടെയെങ്കിലും തോന്നിയെടുത്ത് വെച്ചിട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. റിമൂവബിൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കപ്ലേഴ്സൊക്കെ എടുക്കണം. ഇതിൻ്റെ കപ്ലേഴ്സ് എല്ലാം പോയി ടാങ്കിൻ്റെ അകത്തായി പോയി. അത്ര മെനക്കെട്ടിളക്കാതെ വണ്ടി വെക്കുന്നിടത്ത് നിന്ന് സൂക്ഷിച്ച് നോക്കിയും കണ്ടെന്ന് വെക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു ഡാഷ് ക്യാമറ ഫംഗ്ഷൻ കൊള്ളാം. ഇത് ഈ ക്യാമറയുടെ ഇത് പ്രസ് ചെയ്യുമ്പോഴേക്ക് നമ്മളെ കാറിൽ റിവേഴ്സ് ക്യാമറ ഇല്ലേ, അത് കണക്കിരിക്കും. റിയർ വ്യൂ മിറർ പോലെ അങ്ങ് ഇറക്കി ഇതിപ്പോൾ. ഇതിൻ്റെ വില എനിക്കായത് 17,500 റുപ്പീസാണ്. അത്ര രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ, ഇതിനോട് ഈ ക്രേസ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാഗ്രഹം, ഇങ്ങനത്തെ ഒരു ക്രേസ് ഉണ്ട് എൻ്റെ ബൈക്കിൽ, ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആ ഒരു ഫീച്ചറൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. നമുക്കൊരു ആൻഡ്രോയിഡ് ഓട്ടോ, എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ എഫക്റ്റ് കിട്ടും. പക്ഷേ ആപ്പിൾ കാർപ്ലേ അതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ iOS ഡിവൈസ് ആണെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഫോണിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഡീമെറിറ്റ് ഞാൻ ഈ ട്രിപ്പ് പോയപ്പോഴേക്കും പറഞ്ഞല്ലോ, ചാർജ്. പ്രത്യേകിച്ച് എൻ്റെ ആയിരുന്ന ഫോൺ പഴയ ഫോണാണ്. ആ ഫോണിലാണെങ്കിൽ ഓൾറെഡി ബാറ്ററി പോയി. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ചാർജ് പോയി കഴിഞ്ഞാൽ മാപ്സൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ വരുമ്പോൾ എൻ്റെ റിയർ വ്യൂ മിറർ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറണമെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി നമുക്ക്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒന്ന് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മെയിൻലി ഡിസ്പ്ലേയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്കറിയണം അത് എങ്ങനെ പെർഫോം ചെയ്യും, എന്തുമാത്രം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഇപ്പം
ഞാൻ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ പോലെ ഞാൻ എൻ്റെ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോഫാർ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോ കാണാം. ബൈ.